സംസ്ഥാനത്ത് ഏറ്റവും അധികം ആവേശം തുളുമ്പുന്ന നിറയുന്ന ഒരു മണ്ഡലമാണ് വടകര. സ്വാഭാവികമായും അവിടുത്തെ സ്ഥാനാർത്ഥി കെ ശൈലജ ടീച്ചറാണ് LDFിൻ്റെ. അതുതന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത്. നമുക്ക് വടകരയിൽ നിന്ന് മേഘ വിവരങ്ങളുമായി ചേരുന്നു. മേഘ, എങ്ങനെയുണ്ട് അവിടുത്തെ ഒരു പ്രചരണത്തിൻ്റെ ആവേശം? കൊട്ടിക്കലാശമൊക്കെ ഉഷാറാക്കാനുള്ള തയ്യാറെടുപ്പായിരിക്കുമല്ലോ. ഷമ്മി, 41 ദിവസത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊട്ടിക്കലാശത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. രാവിലെ കൊയിലാണ്ടി മണ്ഡലത്തിൽ നിന്നാണ് കെ ശൈലജ ടീച്ചറുടെ റോഡ് ഷോ ആരംഭിച്ചത്. ഇപ്പോൾ വടകരയിൽ എത്തി നിൽക്കുന്നു. അല്പസമയത്തിനകം, അതായത് ഉച്ചഭക്ഷണത്തിലുള്ള ഒരു സമയമാണ് ഇപ്പോൾ. അല്പസമയത്തിനകം തന്നെ കൈനാട്ടിയിൽ നിന്ന് റോഡ് ഷോ വീണ്ടും പുനരാരംഭിക്കും. 5:30 തലശ്ശേരിയിലെത്തും. അവിടെ വെച്ചാണ് കൊട്ടിക്കലാശം നടക്കുക. ഏതായാലും ആവേശോജ്വലമായ സ്വീകരണമാണ് എല്ലാ കേന്ദ്രങ്ങളിലും രാവിലെ മുതൽ തന്നെ ശൈലജ ടീച്ചർക്ക് ലഭിച്ചിരിക്കുന്നത്. കേരളം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചത് മുതൽ തന്നെ കേരളം ഏറ്റവും പ്രതീക്ഷയോടുകൂടി നോക്കുന്ന ഒരു പാർലമെന്റ് മണ്ഡലം കൂടിയാണ് വടകര. സ്ഥാനാർത്ഥി പ്രചാരണം ആരംഭിച്ചത് മുതൽ തന്നെ കെ ശൈലജ ടീച്ചർക്കെതിരെ നടന്ന സൈബർ ആക്രമണം ഉൾപ്പെടെ കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്തു. അതെല്ലാം കനത്ത തിരിച്ചടിയാണ് UDF സ്ഥാനാർത്ഥിക്കും ഒപ്പം പ്രവർത്തകർക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ തന്നെ വലിയ തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. ഏതായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് ശൈലജ ടീച്ചർ ഓരോ കേന്ദ്രങ്ങളിലൂടെയും സഞ്ചരിക്കുന്നത്. ഓരോ നിയമസഭാ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവസാനം കൊട്ടിക്കലാശത്തിനായി തലശ്ശേരിയിൽ ഒത്തുചേരും. അവിടെ വലിയ തരത്തിലുള്ള പ്രചരണ പരിപാടികളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ടീച്ചറെ കാണാൻ വേണ്ടി സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി ആളുകളാണ് വിവിധ ഇടങ്ങളിൽ ടീച്ചർ സഞ്ചരിക്കുന്ന റോഡ് ഷോ സഞ്ചരിക്കുന്ന വിവിധ ഇടങ്ങളിൽ തടിച്ചുകൂടി നിന്നത്. എല്ലാവരെയും നേരിൽ കണ്ട് ചിരിച്ചും കൈവീശി കാണിച്ചും സന്തോഷത്തോടു കൂടി തന്നെ റോഡ് ഷോയിൽ പങ്കെടുക്കുകയാണ് LDFിന്റെ വടകര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി കെ ശൈലജ ടീച്ചർ. ആവേശോജ്വലമായ സ്വീകരണം എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അവസാനം ഈ കൊട്ടിക്കലാശത്തിലേക്ക് എത്തി നിൽക്കുന്നത്. വലിയ തരത്തിലുള്ള സംസ്ഥാനത്തെ ഒരു സ്ഥാനാർത്ഥിക്കും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു അപമാനം നേരിടേണ്ടി വന്ന സ്ഥാനാർത്ഥിയാണ് കെ ശൈലജ. ഒരു സ്ത്രീ എന്ന ഒരു പരിഗണന, ഒരു അമ്മ എന്നൊരു പരിഗണന ഒന്നും നൽകാതെ മനുഷ്യത്വരഹിതമായ ഒരു സമീപനം ടീച്ചറെ അപമാനിക്കുന്നതിൽ UDF കാണിച്ചു. എല്ലാ മര്യാദയും ലംഘിച്ച്, എല്ലാ മര്യാദയുടെ സീമകളും ലംഘിച്ചുകൊണ്ടുള്ള സൈബർ ആക്രമണമാണ് ടീച്ചർക്ക് നേരെ നടന്നത്. പക്ഷേ ടീച്ചർ അതുകൊണ്ടൊന്നും പതറിയില്ല. കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കേസും കൂട്ടവും എല്ലാം ഒരു സൈഡിൽ നടക്കുമ്പോൾ പോലും അമ്മമാരും സഹോദരിമാരും എല്ലാം ടീച്ചർക്കെതിരെ നടന്നിട്ടുള്ള സൈബർ ആക്രമണത്തെ അതിശക്തമായി തന്നെ മനസ്സുകൊണ്ട് മറുപടി പറയും എന്നുള്ളത് തന്നെയാണ് വ്യക്തമാവുന്നത്. ഈ ഒരു അവസാന ദിവസത്തെ കൊട്ടിക്കലാശത്തിൽ ടീച്ചർ എപ്പോഴാണ് എത്തുക? തലശ്ശേരിയിലാണ് സമാപനം എന്ന് വ്യക്തമാകുന്നു. എവിടെ നിന്നാണ് ഇനി ഇത് തുടങ്ങുന്നത്, റോഡ് ഷോ തുടങ്ങുന്നത്? ഷമ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മനുഷ്യൻ എന്ന പരിഗണന പോലും നൽകാതെ കടുത്ത സൈബർ ആക്രമണമാണ് ശൈലജ ടീച്ചർക്കെതിരെ നടന്നത്. കരുത്തയായ സ്ഥാനാർത്ഥി, അതായിരുന്നു ടീച്ചറുടെ ഏറ്റവും വലിയ പ്രത്യേകത. ആരോഗ്യമന്ത്രിയായിരുന്ന മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച് ദേശീയ തലത്തിൽ ഉൾപ്പെടെ ശ്രദ്ധേയയായ ആരോഗ്യമന്ത്രി. അതിനു പിന്നാലെ തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചാണ് ടീച്ചർ നിയമസഭയിലേക്ക് എത്തുന്നത്. അതിനു പിന്നാലെ ഈ പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടതിനു പിന്നാലെ തന്നെ UDF സൈബർ വിഭാഗം ഗൂഢാലോചന നടത്തി തന്നെ ടീച്ചർക്കെതിരെ വലിയ തരത്തിലുള്ള സൈബർ അതിക്രമം കാഴ്ചവെച്ചു. എന്നാൽ അതിലൊന്നും ടീച്ചർ പതറിയില്ല. പിന്നീട് അത് കുടുംബ ഗ്രൂപ്പുകളിലേക്ക് ഉൾപ്പെടെ ടീച്ചറുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഉൾപ്പെടെ പ്രചരിപ്പിച്ചുകൊണ്ടായിരുന്നു UDFന്റെ പിന്നീടുള്ള പ്രചാരണം. അതിനുശേഷമാണ് ടീച്ചർ പരാതി നൽകുന്നത്. പരാതിയിൽ ടീച്ചർ കൃത്യമായി എല്ലാം സൂചിപ്പിച്ചിരുന്നു.